രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പുതിയ പ്രസ്താവന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്നും അധികാരത്തിൽ തിരിച്ചെത്തുമെന്നുമുള്ള UDF ക്യാമ്പുകളുടെ അവകാശവാദത്തെ അതിശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പരിഹസിച്ചിരിക്കുന്നത്. UDFന്റെ ഈ വിജയ പ്രതീക്ഷ വെറും രാഷ്ട്രീയ തട്ടിപ്പാണെന്നും ഇതിനു പിന്നിൽ കൃത്യമായ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടെന്നുമാണ് റിയാസ് ആരോപിക്കുന്നത്. അധികാരത്തിലെത്തിയെന്ന ഒരു വ്യാജ പ്രതീതി ജനങ്ങൾക്കിടയിലും അണികൾക്കിടയിലും ബോധപൂർവം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇത്തരമൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ഫണ്ട് പിരിവ് നടത്തുകയാണ് UDFന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മെയ് 4 വരെ ഇത്തരത്തിൽ ഫണ്ട് പിരിക്കാൻ താൻ അവർക്ക് അനുവാദം നൽകുന്നുവെന്നായിരുന്നു റിയാസിന്റെ പരിഹാസം. ഏപ്രിൽ 9 മുതൽ മെയ് 4 വരെയുള്ള ഈ കാലയളവിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ പോലെ സംസാരിക്കുമെന്നും അത് വെറുമൊരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ബേപ്പൂർ മണ്ഡലത്തിലും കോഴിക്കോട് ജില്ലയിലും ഇടതുമുന്നണി മികച്ച വിജയം കൈവരിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച റിയാസ് UDFും BJPയും തമ്മിലുള്ള ഏത് രാഷ്ട്രീയ ധാരണയും LDF ജനപിന്തുണയോടെ അതിജീവിക്കുമെന്നും വ്യക്തമാക്കി. വെളിച്ചത്തിലുള്ള കേരളം ഇനി ഇരുട്ടിലേക്ക് പോകില്ലെന്നും ഇടതുഭരണം തുടരുമെന്നുമുള്ള റിയാസിന്റെ വാക്കുകൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. UDFന്റെ വിജയ അവകാശവാദങ്ങൾ വെറും പണപ്പിരിവ് തന്ത്രമാണെന്ന് ആരോപിക്കുന്നതിനോടൊപ്പം തന്നെ അതീവ ഗൗരവകരമായ മറ്റൊരു രാഷ്ട്രീയ ആയുധം കൂടി മുഹമ്മദ് റിയാസ് ഈ വേദിയിൽ പ്രയോഗിച്ചു. തെരഞ്ഞെടുപ്പിൽ UDFും BJPയും തമ്മിൽ രഹസ്യമായ ധാരണകൾ അഥവാ ഡീൽ ഉണ്ടെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഭരണ തുടർച്ച തടയാൻ വർഗീയ ശക്തികളുമായി പ്രതിപക്ഷം കൈകോർക്കുന്നു എന്ന LDFന്റെ സ്ഥിരം ആരോപണത്തിന് അടിവരയിടുന്നതായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. എന്നാൽ ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകളെ തകർക്കാനുള്ള ജനപിന്തുണ LDFനുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു പറയുന്നു. വെളിച്ചത്തിലുള്ള കേരളം ഇനി ഇരുട്ടിലേക്ക് പോകില്ല എന്ന വാക്കുകളിലൂടെ കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങൾ മറക്കില്ലെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ട് നേടാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ വിജയിക്കില്ലെന്നും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസനങ്ങൾക്കുമാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നും റിയാസ് അവകാശപ്പെടുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും UDFന് ലഭിക്കുമെന്ന പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. കോഴിക്കോട് ജില്ലയിലും തന്റെ മണ്ഡലമായ ബേപ്പൂരിലും ഇത്തവണ മികച്ച വിജയം ഇടതുമുന്നണിക്ക് ഉണ്ടാകുമെന്നും LDF ഭരണം തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ഡീലുകളെയും അതിജീവിക്കാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിനുണ്ടെന്ന സന്ദേശമാണ് മുഹമ്മദ് റിയാസ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ പങ്കുവച്ചത്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും CPMന്റെ ആഭ്യന്തര റിപ്പോർട്ടുകൾ ചില മണ്ഡലങ്ങളിൽ വലിയ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം, ആലപ്പുഴ ജില്ലയിലെ ചില സിറ്റിംഗ് സീറ്റുകളുടെ കാര്യത്തിൽ പാർട്ടി അതീവ ജാഗ്രതയിലാണ്. തിരൂർ മണ്ഡലത്തിൽ മന്ത്രി V അബ്ദുറബ്ബിന്റെ വിജയം ഉറപ്പില്ലെന്നാണ് ജില്ലാ ഘടകങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ കുറയുമെന്നും LDF കേവലം 2 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങാൻ സാധ്യതയുണ്ടെന്നും പാർട്ടി കേന്ദ്രങ്ങൾ ഭയക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മണ്ഡലത്തിലും CPMന് വലിയ ആശങ്കകളുണ്ട്. മുതിർന്ന നേതാവ് G സുധാകരനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വോട്ടർമാർക്കിടയിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കിയതെന്നതിൽ വ്യക്തതയില്ല. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി H സലാമിന് പാർട്ടിയുടെ എല്ലാ വോട്ടുകളും ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ CPM സംസ്ഥാന നേതൃത്വത്തിന് സംശയമുണ്ട്. ഇത്തരം ആഭ്യന്തര തർക്കങ്ങൾ UDFന് ഗുണകരമാകുമോ എന്നാണ് പാർട്ടി ഇപ്പോൾ പരിശോധിക്കുന്നത്. അതേസമയം UDF ക്യാമ്പുകൾ വലിയ പ്രതീക്ഷയിലാണ്. 4 മണ്ഡലങ്ങളിൽ ഉറച്ച വിജയമുണ്ടാകുമെന്നും ആലപ്പുഴ ഇത്തവണ വിജയത്തുഴ എറിയാൻ തങ്ങൾക്ക് സാധിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണമെന്ന തരത്തിൽ UDFൽ ഇതിനോടകം തന്നെ അനൗദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചെന്നും ഭരണവിരുദ്ധ തരംഗം ഉണ്ടാക്കുമെന്ന അവരുടെ പ്രതീക്ഷയാണ് കാണിക്കുന്നത്. ഇരു മുന്നണികളും വിജയക്കണക്കുകൾ നിരത്തുമ്പോഴും മെയ് 4 ജനവിധിക്കായി കേരളം കാത്തിരിക്കുകയാണ്. മുന്നണികൾക്കിടയിലുള്ള ഈ വാക്പോരും അവകാശവാദങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ്. മെയ് 4 വോട്ടെണ്ണൽ ഫലം പുറത്തു വരുന്നതോടെ കേരളം ഈ ആകാംക്ഷയുടെ മുന്നിൽ തന്നെ തുടരും. UDFന്റെ വിജയപ്രതീക്ഷ വെറും ഫണ്ട് പിരിവിനുള്ള തന്ത്രമാണെന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പരിഹാസം വരും ദിവസങ്ങളിൽ UDF നേതൃത്വം എങ്ങനെ പരിശോധിക്കുമെന്ന് കണ്ടറിയണം. ഭരണ തുടർച്ച എന്ന ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം ഭരണവിരുദ്ധ തരംഗം തുണയ്ക്കുമെന്ന UDFന്റെ പ്രതീക്ഷയും തമ്മിലുള്ള പോരാട്ടത്തിൽ ജനവിധി ആർക്കൊപ്പമാണെന്നറിയാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിലയിരുത്തലുകളും മണ്ഡലം തിരിച്ചുള്ള കണക്കെടുപ്പുകളും അണിയറയിൽ സജീവമായി തുടരുകയാണ്. കേരളം ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കുന്ന ആ നിർണായക ദിനത്തിലേക്കുള്ള കൗണ്ട് ഡൗൺ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു.